വോയിസ് ഓഫ് വോയിസ്ലെസ്സിലൂടെ വന്ന ഈ വോയിസ് ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിൽ ഉയർന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ ആൻഡ് സ്റ്റിൽ കൗണ്ടിങ്. വെൽക്കം ടു ടെക് യു പ്രസൻസ് ദി ആജിമൈക് ഷോ. ലൈഫ് സ്മാർട്ട് ആക്കാൻ ടെക്യുണ്ട്. ട്രെൻഡിനൊപ്പം മുന്നേറാം, ടെക്യുവിനൊപ്പം അപ്ഡേറ്റ് ആകാം. நமஸ்காரம் வேடன், வெல்கம் டு மை ஷோ. வணக்கம். வணக்கம் தலைவா, வணக்கம். எப்படி இருக்கீங்க? நல்லா இருக்கேன். ഇതൊക്കെ പറഞ്ഞാലും വേടൻ എന്ന് പറയുന്ന റാപ്പറെ, വേടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. എങ്ങനെ പോകുന്നു കേരളത്തിലെ റാപ്പ് സീൻ? കേരളത്തിലെ റാപ്പ് സീൻ, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രി ഭയങ്കര ഹൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്റർനാഷണൽ ലേബലുകളൊക്കെ നമ്മളെ ഫോക്കസ് ചെയ്ത് ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ വേടൻ ആവുന്നതിന് മുമ്പേ ഉള്ള ഹിരൺദാസ് മുരളി കണ്ടിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഇന്നത്തെ വേടന്റെ റിയാലിറ്റി ആയോ? ഇതൊക്കെയായിരുന്നു എൻ്റെ ഡ്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഒരു നല്ല ജീവിത സാഹചര്യത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു മെയിനായിട്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ റിസൾട്ടായി ഇപ്പോൾ ഈ കിട്ടുന്ന ഈ സ്റ്റാർഡം, നമ്മുടെ പാട്ടുകൾ ആൾക്കാർ കേൾക്കുന്നതൊക്കെ, അതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പോപ്പുലർ ഫിഗർ വേടനെ അറിയാത്ത, വേടന്റെ പാട്ട് കേട്ടിട്ടില്ലാത്ത ഒരാൾ ആരാണ് വേടൻ എന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ വരിയിൽ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ആരാണ് വേടൻ എന്ന്? ഒരു കുഞ്ഞു ആർട്ടിസ്റ്റാണ്, പറ്റുകയാണെങ്കിൽ എൻ്റെ പാട്ട് കേൾക്കുക. പുതിയ ട്രാക്ക് അപ്പോൾ വരും എന്ന് പറഞ്ഞൊരു ചോദ്യം, അതിനെപ്പറ്റി പറയൂ. എന്താണ് അടുത്ത പരിപാടി? എണ്ണക്കറുപ്പി എന്നാണ് ആ ട്രാക്കിന്റെ പേര്. ഈ പേരാരാണ് ഇട്ടത്, എണ്ണക്കറുപ്പി? അത് ആ പേരാണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്നാണ് മോണലോവയും ഈ രണ്ടാമത്തെ ട്രാക്ക് ഉണ്ടായത്. ഇപ്പൊ എല്ലാ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളുടെയും കരിയറിൽ അവരൊരു ലവ് സോങ് ചെയ്തിട്ടുണ്ട്. പ്രേമം തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷെ സ്നേഹം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാലം നിൽക്കുന്നുണ്ടായിരുന്നത്. പ്രേമപാട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. വോയിസ് ഓഫ് വോയിസ്ലെസ്സിലൂടെ ഞങ്ങൾ ഈ വോയിസ് ശ്രദ്ധിച്ചു തുടങ്ങിയെങ്കിലും ശരിക്കും വേടന്റെ ആദ്യത്തെ പെർഫോമൻസ്, പബ്ലിക് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഊരാളിയുടെ കൂടെയുള്ള ആ ഒരു എൻട്രി തന്നെയായിരുന്നല്ലോ. ആ ഒരു ദിവസത്തിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് റീവൈൻഡ് അടിച്ച് നോക്കിയിട്ടുണ്ടോ? ഉള്ളിലൊരു ഫയറുമായിട്ടാണോ സ്റ്റേജിൽ കയറാൻ നിന്നത്, അതോ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ആ സമരത്തിന്റെ ചൂടിൽ നിൽക്കുകയാണല്ലോ എല്ലാവരും. അപ്പോൾ ആ സമയത്ത് എനിക്കത് ഇച്ചിരിയും കൂടി നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ആണ് ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ പാട്ട്. അന്ന് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ്. അത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അധികം ആൾക്കാരുടെ മുന്നിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പാട്ട്, അത് വോയിസ് ഓഫ് വോയിസ്ലെസ് ആദ്യമായിട്ട് പാട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതിന് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഊരാളി ഗ്യാങ്ങിലെ മാർട്ടിയേട്ടനും അതേമാതിരി അവരൊക്കെയാണ് ഈ എന്നെ ആദ്യം റെക്കഗ്നൈസ് ചെയ്ത കലാകാരന്മാരിൽ ഒരാളാണ്, ഒരു കൂട്ടരാണ് അവർ. ശരിക്കും നിങ്ങളുടെ ഈ പെർഫോമൻസിനെ പറ്റി പറയുമ്പോഴേ, ഈ ഓൺ സ്റ്റേജിൽ നിങ്ങളും മ്യൂസിക് പ്രൊഡ്യൂസറുമായിട്ടുള്ള ആ ഒരു സിങ്ക് പ്ലാൻഡ് അല്ല എന്ന് കാണുന്ന നമുക്ക് തന്നെ അറിയാം. അവിടെ വെച്ചിട്ടുണ്ടാകുന്ന ഒരു ലൈവ് പരിപാടിയാണ്. എത്രത്തോളം കംഫർട്ട് വേണം ശരിക്കും ഒരു ആർട്ടിസ്റ്റിന് ഓൺ സ്റ്റേജ് ലക്ഷങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ കൂടുള്ള പ്രൊഡ്യൂസറുമായിട്ട് ഒരു വിശ്വാസം, ബോണ്ട് പരിപാടി? ഋഷി എൻ്റെ ബ്രദറാണ്. നമ്മൾ എപ്പോഴും ഒരുമിച്ച് കാണുകയും മ്യൂസിക്കിനെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുകയും തല്ലുകൂടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഋഷി ഈസ് മൈ ബ്രദർ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിന്റെ കൂടെയാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അവന് എൻ്റെ എല്ലാ മൂവ്മെന്റും അറിയാം, എനിക്ക് എന്താണ് എവിടെ വേണ്ടതെന്ന്. അത് എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ച് അവന് മനസ്സിലാക്കാനൊന്നും ഫ്ലോറുകളിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമല്ല. അത് അതിനും പുറത്തേക്കുള്ള ഒരു എനർജി ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഇച്ചിരി ലക്കാണ്. എനിക്ക് ഋഷിയും ഹേമന്തും ഉണ്ട്, നമ്മുടെ മോൻ. അപ്പൊ ഹേമന്തും ഋഷിയാണ് എനിക്ക് പ്ലേ ചെയ്യാറ് രണ്ടുപേരും. അപ്പൊ ഇവർ രണ്ടുപേരും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്, ഫാമിലി മെമ്പേഴ്സ് ആണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ എണ്ണക്കറുപ്പിയിൽ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു പ്രൊഡ്യൂസറുമായിട്ടാണ് വർക്ക് ചെയ്തത്, ഗൗതം. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഹിം? ഗൗതം ആക്ച്വലി ഒരു തൃശ്ശൂരുകാരൻ പയ്യന. ഒരുപാട് കാലമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അവന്റെ ട്രാക്കുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് കുറെ ട്രാക്കുകൾ അയച്ചിരുന്നു. അപ്പൊ അതിലൊരു പാട്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോ ഒരു ദിവസം ഞാൻ ഞാനൊന്ന് ഇരിക്കാം, എനിക്ക് ഇച്ചിരി സമയം എന്തായോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവനത് വിശ്വസിച്ചിട്ടില്ല. ഇവൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പോയി കാണുന്നതല്ലേ. അപ്പൊ ഇവരിങ്ങനെ പറയും ചെയ്യാന്ന് പറയും. പിന്നെ അവർക്ക് സമയം കിട്ടാറില്ലല്ലോ. നടക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു ഈ ചക്കന്. വെറുതെ പറഞ്ഞായിരിക്കും എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ ഒരു പുതിയ പയ്യനാ, അവനൊരു 19-20 വയസ്സായിട്ടുള്ള കുഞ്ഞുമോനാ. പുതിയ സൗണ്ട്സ് ആണ് ആ പയ്യൻ്റെ കയ്യിൽ. പിന്നെ ഭയങ്കര മെലഡി അവൻ ഉപയോഗിക്കുന്നത്. ആളുകൾ അല്ലെങ്കിൽ ഈ ജനത്തിരക്ക്, ഈ കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, ഒരു ഏജ് ബാരിയർ ഇല്ലാതാണ് ആളുകൾക്ക് വേടനെ ഇഷ്ടം. ഇവരോട് വേടൻ എന്ന ആർട്ടിസ്റ്റിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? നല്ല ക്വാളിറ്റിയുള്ള ട്രാക്കുകൾ കൊടുക്കുക. പിന്നെ ഒരു കലാകാരൻ എന്നതിലുപരി ഒരുപാട് ആൾക്കാർ എന്നെ ബ്രദറാക്കി ആയിട്ട് കാണുന്ന ആൾക്കാർ, കുറെ അമ്മമാർക്കൊക്കെ മകനായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഞാൻ ഭയങ്കര മോശപ്പെട്ട ഒരു ജീവിത രീതി ജീവിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ ആ ലൈഫൊന്നും വേറെ ആരെയും ഇൻസ്പയർ ആവരുത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നാറ്. എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ വീക്ക്നെസ്സും മോശപ്പെട്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എൻ്റെ കണ്ട് ആരും പഠിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. ഇതേമാതിരി ഒരു കുഷ്യൻ സീറ്റിലിരുന്ന് കേൾക്കാൻ മാത്രമല്ല, കൂലിപ്പണി എടുക്കുമ്പോഴും എൻ്റെ പാട്ട് കേൾക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അവർക്കും എൻ്റെ പാട്ട് കേൾക്കാൻ പറ്റണം.
ഇത്തരം പൊളിറ്റിക്സ് പറഞ്ഞു തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ആർട്ടിലൂടെ ഇത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ട് 5 years ആയി. ഇതിന് റിസൾട്ട്സ് കിട്ടി തുടങ്ങിയോ? അതൊരു ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഏരിയയിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും രൂഢമൂലമായിട്ട് നിലനിൽക്കുന്ന ഒരു രാക്ഷസ നീതിക്കെതിരെ പാടുക മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് മുന്നിലും ഒരു സാമൂഹിക മാറ്റം, ഒരു സാമൂഹിക വിപ്ലവം ഉണ്ടായിരിക്കും എന്നാണ് ബാബാ സാഹേബ് പറയുന്നത്. അപ്പോൾ അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ആ സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് കരുവാവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ വേടൻ ഒരു മാങ്ങാത്തൊലി പണിയല്ല എടുക്കുന്നത്. ഞാനിവിടെയുള്ള ജാതി പൂച്ചയ്ക്ക് മണി കെട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനത് കെട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ആ ജാതി പൂച്ച നടന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതാണ് ഞാൻ എടുക്കുന്ന പണി. അല്ലാതെ ഞാൻ വലിയ പണിയൊന്നും എടുക്കുന്നില്ല. പക്ഷെ അതൊരു റിസൾട്ട് തന്നെയാണ് ആ കേൾക്കുന്ന മണിക്കിലുക്കം. അതുപോലെ എൻ്റെ റിസൾട്ട്. വേടൻ ഒരു വരി പറയാൻ തോന്നുമ്പോൾ, ഒരു വരി എഴുതാൻ തോന്നുമ്പോൾ, ഇത് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുമ്പോൾ അതൊരു ഇൻഡിപെൻഡന്റ് ട്രാക്കിന് വേണ്ടി എഴുതിയാലാണോ അതോ ഒരു സിനിമാ പാട്ടിൽ എഴുതിയാലാണോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക? എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയേക്കണത് ഈ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിനാണ്, കുതന്ത്രം എന്ന് പറഞ്ഞ പാട്ടിന്. എനിക്ക് അത് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വന്നിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്ന പാട്ടുകളെല്ലാം ഞാൻ ഓൾറെഡി സംസാരിക്കുന്ന, എനിക്ക് എഴുതാൻ പറ്റുന്ന ഏരിയയിൽ ആണ് വർക്കുകൾ എനിക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ നായാട്ടിലെ ടൊവിനോന്റെ പടം നായാട്ടിലെ പാട്ടും അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്യില്ല അനുരാജേട്ടൻ എൻ്റെ ഡയറക്ടർ, നരിവേട്ട സോറി. അപ്പോൾ അനുരാജേട്ടൻ്റെ അടുത്ത് ഞാൻ കുറെ പറഞ്ഞ് ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചതാണ്. കാരണം ആ സമയത്ത് എനിക്ക് എഴുതാനുള്ള ഒരു ഇതിലല്ല, പുലിപ്പല്ലി കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു, മോനെ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. പുള്ളിക്കാരൻ എന്നെ വിശ്വസിച്ചു അത്. അപ്പൊ എന്നിട്ട് ഞാൻ കഥയൊക്കെ കേട്ടപ്പോ ഇത് എനിക്ക് പറ്റും, ഇത് എന്റെ മേഖലയാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പാട്ട് ചിലപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന സിനിമാ പാട്ടുകളെല്ലാം എന്റെ എഴുത്തിനെ കൺട്രോൾ ചെയ്യാതെ തന്നെ എനിക്ക് എഴുതാൻ പറ്റി. ആ ഒരു സ്വാതന്ത്ര്യം സിനിമാക്കാര് വേടൻ ഉറപ്പാക്കുന്നുണ്ടോ? ഞാനിപ്പോ ചെയ്ത പണിയിലൊക്കെ എനിക്കത് എല്ലാം എന്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ എഴുതിയതാണ്. വേടനിലേക്ക് വരുന്ന ഒരു ഫിലിം ഡയറക്ടർ അല്ലെങ്കിൽ അവർ എന്തുമായിട്ടാണ് വേടന്റെ അടുത്തേക്ക് വരേണ്ടത്? വേടനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ വരി എഴുതിപ്പിക്കാൻ അല്ലെങ്കിൽ ആ പാട്ട് പാടാൻ കിട്ടണമെങ്കിൽ ആ വരവിൽ എന്തുണ്ടാവണം അവരുടെ കയ്യിൽ? അയ്യോ, എനിക്ക് കുറച്ച് സ്നേഹം കൊണ്ടുവന്നാൽ മതി. പിന്നെ നല്ല എനിക്ക് പടം നല്ലതാണ്, എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ എനിക്ക് എഴുതാന്നുള്ളൂ. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഇപ്പൊ എനിക്ക് പ്രേമത്തെ കുറിച്ച് എഴുതാനും ചില സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതാനൊക്കെ എനിക്ക് പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ വിചാരിച്ചിരുന്നു ഞാനൊരു പോരാട്ട കവിയാണെന്ന്. എനിക്ക് ചിലപ്പോ അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചേ. ഇപ്പൊ ശ്രമിക്കാം, ഇപ്പൊ പലതും ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്. പുതിയ സാധനങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഒരു 1-2 വർഷം മുന്നേ വരെയൊക്കെ ഞാൻ പോരാട്ട കവിതകൾ മാത്രമേ എന്നെ കൊണ്ട് എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. സത്യം തുറന്നു പറയട്ടെ, ഞങ്ങളും വിചാരിച്ചത് ഈ പോരാട്ട കവിതകൾ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. മോണലോ വന്നപ്പോഴാണ് അത് ഞങ്ങളും ഞെട്ടിപ്പോയത്. തീവാറുന്ന വരികൾ എഴുതുന്ന ആളുടെ ഒരു ഡെഫിനിഷൻ ഓഫ് പ്രണയം എന്താണ്? അതാണ് മോണലോഗ്. ആക്ച്വലി ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് പ്രേമപാട്ടുകളൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം എൻ്റെ പ്രേമം എന്നുള്ളൊരു സാധനം. ലൈക്ക് എൻ്റെ എഴുത്ത് അതില് പണിയെടുത്തിട്ടാണ് മോണലോഗൊക്കെ എഴുതിയാക്കണത്. എണ്ണക്കറുപ്പിയും അങ്ങനത്തെ ഒരു എഴുത്ത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ റിലേഷന്റെ അല്ലെങ്കിൽ ലവ് ലൈഫിന്റെ ഒരു ഗുഡ് സൈഡിനെ പറ്റിയല്ലേ എണ്ണക്കറുപ്പി? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോലെ. അത് ആൾക്കാര് ഇന്റർപ്രറ്റ് ചെയ്യണതിന്റെ അനുസരിച്ചിരിക്കുക. ഞാൻ എങ്ങനെയാണ് എൻ്റെ കാമുകീനെ വർണ്ണിക്കുക എന്നുള്ളതാണ് മോണലോഗ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ കാമുകീനെ വർണ്ണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതേമാതിരി എന്താണ് പറയാ, റഷ്യൻ വിപ്ലവത്തിനെയൊക്കെ ലൈക്ക് ഇത് ചെയ്തിട്ടാണ് ഞാൻ പുള്ളിക്കാരിനെ എഴുതിയാക്കണത്. അതിലേക്കൊന്ന് അഡ്രസ് ചെയ്ത് എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേമം എഴുതുന്നത്. അപ്പൊ അതിലത് ഞാൻ സക്സസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എണ്ണക്കറുപ്പിയും ഏകദേശം, പക്ഷെ എണ്ണക്കറുപ്പി അത്ര ഇച്ചിരി കൂടി പൈങ്കിളി ആയിരിക്കോ ആണോ? ഇച്ചിരി പൈങ്കിളി ആയിരിക്കുന്ന തോന്നുന്നത്. ഓൺ സ്റ്റേജ് നിൽക്കുമ്പോൾ വേടന്റെ എനർജി അല്ലെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യപ്പെട്ട വിഷ്വൽസ് ഡിജിറ്റലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വേടൻ നിൽക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ മുമ്പിലാണ് വേടൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെ എനർജി ആർട്ടിസ്റ്റിന്റെ തന്നെ എനർജിയാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ ഷൂട്ടിംഗ്, വെൻ ഇറ്റ് കംസ് ടു എ പ്രൊമോ വീഡിയോ ഷൂട്ടിംഗ്, വേടൻ ഈസ് അപ്പിയറിംഗ് ആസ് ആൻ ആക്ടർ. ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, അഭിനയിക്കുകയാണല്ലോ അപ്പോൾ ചെയ്യുന്നത്. ശരിക്കും ഒരു ആർട്ടിസ്റ്റിന് ഈ ആക്ടറായി മാറേണ്ടി വരുമ്പോൾ അതിൽ എത്രത്തോളം ചലഞ്ച് ഉണ്ട്? എനിക്ക് അത്ര ചലഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മേ ബി ഐ എം ആൻ ആക്ടർ.
ഓക്കെ എന്റെ ഉള്ളിൽ ചിലപ്പോ ഒരു നടൻ ഉറങ്ങി കിടക്കുന്നെങ്കിലും എനിക്കത് അങ്ങനെ വലിയ കഷ്ടപ്പാടായിട്ട് തോന്നാറില്ല. ഓക്കെ എനിക്ക് അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ ഉറങ്ങി കിടക്കുന്ന നടൻ കമ്മട്ടിപ്പാടത്തിൽ നടന്നു വരുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. ഓ അത് അത് ഭയങ്കര ഫണ്ണാണ്. ആ ക്യാരക്ടറിന് പേരുണ്ട്, പേരുണ്ട്. ഓക്കെ ഷിബു. ഷിബു. എനിക്ക് ഡയലോഗ് ഉണ്ട് എനിക്ക്. ഓക്കെ സോ ഈ ആക്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഒരു ആക്ടർക്ക് ഒരു സിനിമ റിലീസ് ആവുന്നതും ഒരു ആർട്ടിസ്റ്റിന് ഒരു ട്രാക്ക് റിലീസ് ആവുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ തോന്നിയിട്ടുള്ളത്? ഒരു നടൻ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒരു നടന്റെ കയ്യിലുള്ള കാര്യമല്ല. ഓക്കെ ഒരു ആർട്ടിസ്റ്റിന് ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് റിലീസ് ചെയ്യുന്നത് അവന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. ഓക്കെ ആ സിനിമ ജയിക്കുകയും തോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ക്രെഡിറ്റ് ആണ്. അതൊരു നടന്റെ മാത്രം ക്രെഡിറ്റ് അല്ല, അതൊരു സംവിധായകന്റെ മാത്രം കാര്യമല്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. മനസ്സിലായി. ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും. ഓക്കെ അപ്പോൾ ആ വർക്ക് പോപ്പുലർ അല്ലാതെ പോകുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ ആ ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. ഓക്കെ ഡിജിറ്റൽ കാലത്തോടൊപ്പം തന്നെ ഇത് AI കാലമാണ്. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ദിസ് ഈസ് നോട്ട് AI ജനറേറ്റഡ് എന്ന് പറഞ്ഞ് ഭാവിയിൽ കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ മ്യൂസിക്കിനും ദിസ് ഈസ് നോട്ട് AI ജനറേറ്റഡ്, ദിസ് ഈസ് OG എന്ന് കൊടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ടോ? എന്താ വേണമെന്ന് തോന്നുന്നത്? നമുക്ക് എന്താണ് വിശ്വസിക്കേണ്ടത് വേണ്ടാത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ഡിജിറ്റലി. എനിക്കറിയില്ല ആർട്ടിസ്റ്റുകളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ AIക്ക് എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഒരു ഹ്യൂമൻ ആർട്ടിന്റെ അത്രത്തോളം തന്നെ വരുമോ മ്യൂസിക്കലി എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ ഒരു ആർട്ടിസ്റ്റ് എന്ത് എക്സ്ട്രാ എഫേർട്ടാണ് ഇടേണ്ടി വരിക ടു കോമ്പീറ്റ് ഇൻ ടേംസ് ഓഫ് മ്യൂസിക് വിത്ത് AI? ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതിലേക്ക് അപ്പുറത്തേക്ക് AI കൊണ്ട് പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ കാരണം AI ഓൾറെഡി വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്സസും ഉണ്ട്. ആക്സസും ഉണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് അത് ഉണ്ടാവില്ല. ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയില് ലൈക്ക് AIക്കാണ് മുൻകൈ കൂടുതൽ. പക്ഷെ എത്രത്തോളം ഒറിജിനൽ ആയിരിക്കും അത്, അതിന് എത്രത്തോളം ഇപ്പോൾ AI ഡസൻ ഹാവ് ഫീലിങ്സ്, അതിലൊരു ബാധകമായിരിക്കും. ഈ വോയിസ് ഓഫ് വോയിസ്ലെസ്സിലൂടെ വന്ന വേടന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കേരളത്തിലെ ഒരു സിനാരിയോ ഇല്ല, ഇന്നും വോയിസ്ലെസ് ആയി തുടരുന്ന ഒരു സമൂഹം ആരാണ്? ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന തട്ടിലിരിക്കുന്ന ആൾക്കാർ, പുഴുക്കളെ പോലെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലെ ദളിതുകളാണ്. ദളിത് ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഒരു അംബേദ്കറെ കൊണ്ട് പറ്റാത്ത കാര്യം ഇപ്പോൾ ഒരു വേടനെ കൊണ്ട് പറ്റൂല. അപ്പൊ അതിനൊരു 100 അംബേദ്കറും ഒരു 50,000 വേടന്മാരും ഉണ്ടായിരിക്കണം. വേടനെ ഫോളോ ചെയ്ത് ഒരു 50,000 വേടന്മാരെ പിന്നാലെ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, 50,000 പേരിൽ 5 പേർക്കെങ്കിലും ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്ന വിശ്വസിക്കുന്നുണ്ട്. 2025 അതിദാരിദ്ര്യം മുക്തം എന്ന് പ്രഖ്യാപിച്ച കേരളം ഇനി ഒരു ജാതിമുക്ത കേരളം ആവാനായിട്ട് ഇനി എത്ര വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും? ഒരു 150-200 വർഷം. ജാതി എന്ന് പറയുന്നത് ഭയങ്കര റൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അത് ഏത് വൈദേശിക ഐഡിയോളജിയും ഏത് വൈദേശിക പൊളിറ്റിക്സും നമ്മൾ ഇന്ത്യക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ വർക്കാവുള്ളൂ. കാരണം ഇവിടുത്തെ സാമൂഹിക അവസ്ഥ ജാതിയുടെ കെട്ടുറപ്പിലാണ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാനും ലൈക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ വരെ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെ ഒരു ജനാധിപത്യ സമൂഹമായിട്ടില്ല. ഇന്ത്യ ജനാധിപത്യം ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരു സമൂഹമാണ്. നമ്മൾ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 100 കൊല്ലം കൂടി വേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ പുതിയൊരു ആർട്ടിസ്റ്റ് 2026 ഹിപ്പ് ഹോപ്പ് പരിപാടി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് വേടൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? അവർക്ക് മുന്നേ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ വളർച്ചയും അവരെവിടുന്ന് അവരുടെ സ്ട്രഗിളും വളർച്ചയും ഒക്കെ കണ്ടുപിടിക്കുക. പിന്നെ ഒരുപാട് വായിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പുതിയതായിട്ട് വരുന്ന മക്കളുടെ അടുത്ത്. വായനയും എഴുത്തും നമ്മുടെ ഭാഷേനെ ഇച്ചിരി കൂടി മെച്ചപ്പെടുത്തും. ഈ ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രി വളർന്നപ്പോൾ ഇത് മെയിൻ സ്ട്രീം ആവുമ്പോൾ ഒപ്പം സിനിമയ്ക്കൊപ്പം ഉള്ള കൊളാബറേഷൻസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഫിലിം ആക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഫിലിം ഫ്രറ്റേണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതെങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ ഒരു ആർട്ടിസ്റ്റ് ആയതിനു ശേഷം ഒരുപാട് സിനിമകളിൽ പണിയെടുത്ത് അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ സിനിമയിൽ ഒരു 2 ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളെ പറഞ്ഞാൽ 2 പേരുകൾ ആരൊക്കെ ആയിരിക്കും? എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രദർ എന്ന് പറയുന്നത് ഗണപതിയാണ്. ഓക്കെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് എനിക്ക് ബ്രദറാണ്. അർജുൻ ചേട്ടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അർജുൻ അശോകൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. 2 പേരുടെ പേര് പറയാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. എവിടേക്കോ പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ കുറച്ചു പേർക്കെങ്കിലും സോഷ്യൽ മീഡിയയിലുണ്ട്. ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിലുള്ള ആർട്ടിസ്റ്റുകളും ഈ പറയുന്ന നമ്മുടെ ശാസ്ത്രീയമായി സംഗീതം പഠിച്ച ആർട്ടിസ്റ്റുകളും ഒക്കെ തമ്മിലുള്ള ബന്ധം അത്ര ശരിയല്ല എന്ന്. ശരിക്കും അങ്ങനെയാണോ? ഹൗ ഇസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഇൻഡസ്ട്രി സിംഗേഴ്സ്? ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ക്ലാസിക്കൽ സംഗീത ലവറാണ് ഞാൻ. ഞാൻ
ലൈക്ക് എല്ലാ കൈൻഡ് ഓഫ് സംഗീതവും കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഹിപ്പ് ഹോപ്പാണ് ഏറ്റവും കേൾക്കൽ കുറവ്. ഓക്കെ. ഞാൻ ഇച്ചിരി കൂടി മെലഡിയൊക്കെ കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ പിന്നെ ഈ ശുദ്ധ സംഗീതം എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. അങ്ങനെ വിശുദ്ധമായത് എന്ന് പറയുന്നത് എല്ലാത്തിനെയും അടിച്ചുടക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശുദ്ധമായത് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മോശവും നല്ലതായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒന്ന് ശുദ്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ വേറെ അശുദ്ധമായിട്ടുള്ള എന്തോ കൂടി ഉണ്ട് എന്ന് ഉള്ളതിന്റെ ഒരു അടയാളമാണ് അത്. അപ്പോൾ ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സാധനം ഒന്നുമില്ല. പിന്നെ മ്യൂസിക് പല ഫോമിലാണുള്ളത്. അപ്പോൾ അതിൽ ഏതാണ് മ്യൂസിക് എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത് ആൾക്കാരുടെ ലിസണിങ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പാട്ടിലൂടെ ഇത്തരം പൊളിറ്റിക്സ് പറയുന്ന പോലെ അല്ലെങ്കിൽ അതേ തീവ്രതയിൽ പൊളിറ്റിക്സ് പറഞ്ഞ ഒരു 2 സിനിമ പറയാൻ പറഞ്ഞ സന്ദേശമൊക്കെ എനിക്ക് ഭയങ്കര പൊളിറ്റിക്കൽ സിനിമയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ലോക സിനിമകളില് ലോക നിലവാരമുള്ള സിനിമകളാണ് മലയാള സിനിമകൾ. പക്ഷെ ഇതുവരെ നമുക്ക് ഈ ജാതീയതേനെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം മലയാളികൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ലോകത്തര സിനിമകളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ മലയാളികൾക്ക് ഭയങ്കര മടിയാണ്. മലയാളികൾക്ക് അതിനുള്ള ധൈര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടന്റെ കൂടെ പേരിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വേടൻ വരുന്നു എന്ന് പറഞ്ഞ് വേടനെ കാണാൻ ആളുകൾ വന്ന വേദിയിലുണ്ടായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആണ് ഞങ്ങൾ അറിഞ്ഞത്. നേരിട്ടവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തരം ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വേടന്റെ പേര് കൂടി അതിൽ ഉൾപ്പെടുമ്പോൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ്? അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റുകളോട് പ്രേക്ഷകർ പെരുമാറിയ ഒരു രീതി ഉണ്ടല്ലോ. എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ലൈക്ക് അന്ന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി കൂപ്പറിനെ അറിയില്ല ആൾക്കാർക്ക്. കൂപ്പർ വേടനെ പോലെയോ ഡാപ്സിയെ പോലെയോ ഒക്കെയുള്ള ഈ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടല്ലോ, കൂടുതൽ ആളുകൾ കേൾക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സാധനമേ. അതിലേക്ക് കൂപ്പർ എത്തിയിട്ടില്ല. അവന്റെ യാത്രയിലാണ് അവൻ. അപ്പൊ ആൾക്കാർക്ക് അവനെ മനസ്സിലാവാത്ത കൊണ്ടുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻസിഡന്റ് ആണ്. പക്ഷെ ആ ഇൻസിഡന്റ് കൂപ്പറിന് ഒരു ബൂസ്റ്റായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവന് കൂടുതൽ ആൾക്കാരെ അറിയാനും കൂപ്പറിന്റെ ലിറിക്കൽ ഗെയിമൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവാനൊക്കെ. മാത്രമല്ല കൂപ്പർ കൊടുത്ത മറുപടിയും അടിപൊളിയായിരുന്നു. കൂപ്പർ ഭയങ്കര എനിക്ക് സ്റ്റേജിൽ വെച്ചിട്ടുള്ള കാര്യം അതിനെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് അവൻ ആ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവൻ ആ ഷോ നടത്തണം. ഈസ് എ ജെന്യൂൻ ആർട്ടിസ്റ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകൾ കൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു സിനാരിയോ ഹാൻഡിൽ ചെയ്ത് ട്രാക്ക് കൂടുതൽ ലൈക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളത്. എനിക്ക് തോന്നുന്നു അത് അവന് നല്ലതായി. അത് ആ ഒരു കുഞ്ഞിയ ഒരു കോൺട്രവേഴ്സി കൂപ്പറിന് ഒരുപാട് ആൾക്കാരിലേക്ക് കൂടുതൽ ആ ആർട്ടിസ്റ്റിനെ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഓക്കെ. കേരളത്തിൽ പറയുകയാണെങ്കിൽ ഈ ലൈവ് അല്ലെങ്കിൽ ഷോയിൽ പെർഫോം ചെയ്യുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആരാധകർ വരുന്നത് കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? അല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലാണ് ഏറ്റവും കൂടുതൽ ആളുണ്ടാവുക? തിരുവിതാംകൂർ ആ ഒരു ഏരിയയിലേക്കാണ്. കാരണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. നമുക്ക് മലബാർ സൈഡിലൊക്കെ എനിക്ക് കുറച്ച് എന്റെ പാട്ട് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. കോഴിക്കോടൊക്കെ മലയാളത്തിൽ പാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ലൈക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് മലബാർ സൈഡിലാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ്. വേടനായി കഴിഞ്ഞ് ഇത്രയും ആളുകൾ തിരിച്ചറിയുന്ന ഒരു മുഖമായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? റാപ്പറാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഓക്കെ നൈസ് അല്ല എന്താ ജോലി എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞൊരു ചോദ്യം നേരിട്ടിട്ടുണ്ടോ? ഊബറുകളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഊബർ ഓട്ടോയൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഓട്ടോയൊക്കെ ഓടിക്കാൻ കാരണം വരാ ചില ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പൊ അത് എനിക്ക് ആസ്വദിക്കാൻ പറ്റാറുണ്ട്. എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുക ചെയ്യാറ്. ഇല്ലെങ്കിൽ നമ്മള് വിജിലന്റ് ആവും. നമ്മള് ഇയാൾക്ക് നമ്മളെ അറിയാം ഒരു സാധനത്തിലേക്ക്. നമ്മൾ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ബേജാറില്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ കാര്യം. അങ്ങനെ തിരിച്ചറിയപ്പെടാതെ ഓട്ടോയുടെ പിന്നിലിരുന്ന് കൊച്ചിക്കൂടെ സഞ്ചരിച്ച് തൃശ്ശൂരോടെ സഞ്ചരിച്ചു. കൊച്ചിക്കൂടെ നാട്ടിലാകുമ്പോ എനിക്ക് സ്കൂട്ടർ ഉണ്ടല്ലോ. ഓക്കെ. സ്കൂട്ടറും നായിക്കുട്ടി. ഇവിടെ സ്കൂട്ടറിൽ ഇറങ്ങി നടക്കില്ല. വേടനെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നവരോട് വേടനിൽ നിന്ന് ഇൻസ്പയർഡ് ആവാൻ പറ്റുന്ന ഒരു 2 ക്വാളിറ്റി, എല്ലാ കാര്യത്തിലും ഇൻസ്പയർഡ് ആവരുതെന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 ക്വാളിറ്റി എന്നിൽ നിന്ന് ഇൻസ്പയർഡ് ആവാമെന്നതാണ് എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും? മേക്കിംഗ് ബ്രദർഹുഡ്. ഓക്കെ. സെക്കൻഡ് തിങ് വായന. ഓക്കെ. കൂടുതൽ ആർട്ടിസ്റ്റുകളെ കേൾക്കല് ഇഗ്നോർ ചെയ്യാറില്ല ഞാൻ. എനിക്കത് കേൾക്കാൻ, കാരണം അത് എനിക്കൊരു ലേണിംഗ് പ്രോസസ് ആണല്ലോ. ഇവരെന്താ എഴുതണത് എന്നുള്ള ക്യൂരിയോസിറ്റി. ഈ പറയുന്ന സ്റ്റേറ്റ് അവാർഡ് അറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, ആ മൊമെന്റ് ഒന്ന് റിവൈൻഡ് അടിക്കുവാണെങ്കിൽ എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? എന്നെ ആദ്യം വിളിക്കുന്നത് വിജയേട്ടനാണ്, IM വിജയൻ. ഓക്കെ. ചേട്ടൻ വിളിച്ചിട്ട് മോനെ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല എന്താണ് മാഷ എന്താണ് എന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോ എന്നെ ചീത്ത പറഞ്ഞു. അത് ശരി, എനിക്ക് അറിയാൻ പാടില്ല, തമാശ കളിക്കാരി.
എനിക്കറിയാൻ പാടില്ല ഏടാ സ്റ്റേറ്റ് അവാർഡ് നിനക്കുണ്ട്. ഞാൻ ഓക്കെ ഏട്ടാ കൺഗ്രാലേഷനും കുറെ ചക്കരമ്മയ്ക്ക് എന്നിട്ട് പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്തു. ആ. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ബോയ്സ് ഒക്കെ ഉണ്ട് വീട്ടിൽ, അപ്പൊ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് ഉണ്ടെന്നാണ് പറയണത്, നോക്കാം. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കാലത്ത് വീടിന്റെ മുന്നിൽ കുറെ മീഡിയാസ് ഒക്കെ വന്നപ്പോ മനസ്സിലായി ഓക്കെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അത്. കാരണം നമ്മള് എടുത്ത പണിയുടെ റിസൾട്ട് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയിട്ടിരുന്ന ഒരാൾക്ക് കേരള ഫിലിം അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിലൊരു പ്രത്യേക സന്തോഷമില്ലേ? പിന്നെ അത് ഭയങ്കര, കാരണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളല്ലേ. സോ വേടൻ, നമ്മളൊരു ഷൂട്ട് അറ്റ് സൈറ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ടേക്ക് 1 റൗണ്ട്. ഞാൻ 2 ഓപ്ഷൻസ് തരും, അതിൽ ഒന്ന് വേടൻ ചൂസ് ചെയ്യാം. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്താ വേടന്റെ യഥാർത്ഥ പേര്, ഏതാ പുതിയ ട്രാക്ക്? ഏതാ പുതിയ ട്രാക്ക്? ഓക്കെ. വരികൾ എഴുതാണ്ടിരിക്കുമ്പോൾ ഒരു ബീറ്റ്സ് കേട്ടാൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഹുക്ക് ഓർ വേഴ്സ്? 90% ഹുക്ക്. വരികൾ എഴുതാനിരിക്കുന്ന സമയം പറയുകയാണെങ്കിൽ പകൽ ഓർ പാതിരാത്രി? ഡിപ്പെൻഡ്സ് ഓൺ ദ മൂഡ്, ബട്ട് മെജോറിറ്റി നൈറ്റ്. പൊളിറ്റിക്സ് ഓർ പോപ്പുലാരിറ്റി? പോളിറ്റിക്സ്. ഓക്കെ. അങ്ങനെയെങ്കിൽ പൊളിറ്റിക്സ് ഓർ പ്രൈവസി? പോളിറ്റിക്സ്. സോ നോ പറയാൻ പാട്, വരി എഴുതുന്നില്ല എന്ന് പറയാൻ, പരിപാടിക്ക് വരുന്നില്ല എന്ന് പറയാൻ? രണ്ടും ബുദ്ധിമുട്ടാണ്. ഓക്കെ. നോ പറയാൻ പൊതുവെ പാടുള്ള ആളാണോ വേടൻ? ലൈക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കാര്യത്തിനായിരിക്കും. ഓക്കെ. പിന്നെ ഒരു ഷോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് അതൊരു വരുമാന മാർഗം കൂടിയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഭയങ്കര അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്, അപ്പൊ എനിക്കത് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിൽ ഞാൻ ഇച്ചിരി ഫ്രജൈലാണ്. ഓക്കെ. അപ്പോൾ നോ പറയാൻ എനിക്ക് ഇച്ചിരി പല കാര്യങ്ങളിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഫേസ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയി കഴിയുമ്പോൾ ഇത്തരം ഒരു മനോഭാവം ചൂഷണം ചെയ്യപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴും? ഉണ്ട്, ഒരുപാട് തവണ. ഓക്കെ. സോ സ്റ്റേറ്റ് അവാർഡ് ഒരു വാലിഡേഷൻ ആണ് ഓർ സ്റ്റേറ്റ് അവാർഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഉത്തരവാദിത്തം. ഒരു റാപ്പർക്ക് യഥാർത്ഥത്തിൽ പാട് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഫേസ് ആവാൻ അല്ലെങ്കിൽ നാഷണൽ റെക്കഗ്നീഷൻ കിട്ടാൻ ശരിക്കും പാട് ഇതിനകത്ത് ഏതാണ്? രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഫേസ് ആവുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ട് എന്നുള്ളതിലുപരി ലൈക്ക് ഇറ്റ് ടേക്ക് കറേജ്. ഓക്കെ. അതിന് യു നീഡ് ബോൾസ് ഓഫ് സ്റ്റീൽസ് ഫോർ ദാറ്റ്. അങ്ങനെയെങ്കിൽ ടേക്ക് 1, ഹൈ ബഡ്ജറ്റ് മ്യൂസിക് വീഡിയോസ് ഓർ വോയിസ് ഓഫ് റിയൽ വോയിസ്ലെസ്? വോയിസ് ഓഫ് റിയൽ വോയിസ്ലെസ്. ഓക്കെ. ഭാവിയിൽ ചെയ്യാൻ സാധ്യതയുള്ളത് ഡയറക്ഷൻ ഓർ എ കാസ്റ്റ് ന്യൂട്രൽ ഫാഷൻ ബ്രാൻഡ്? ദളിത് നെയ്ത്തുകാരിൽ നിന്ന് ഫാബ്രിക് എടുത്ത് ഹണ്ടർ എന്നൊരു ബ്രാൻഡിങ് ഒക്കെ ഇട്ട് ഒരു ഗ്ലോബൽ ഫാഷൻ ബ്രാൻഡ് ഒക്കെ വേടൻ ഭാവിയിൽ തുടങ്ങാൻ സാധ്യതയുണ്ടോ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓക്കെ. ഇപ്പോഴത്തേക്ക് എനിക്ക് മ്യൂസിക്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ. സോ അങ്ങനെയെങ്കിൽ മോണലോവ ഓർ കുതന്ത്രം? ടേക്ക് 1. കുതന്ത്രം. ഓക്കെ. വൈ? മോണലോവ എൻ്റെ പേഴ്സണൽ ഒരു പാട്ടല്ലേ. ഓക്കെ. കുതന്ത്രം ഈസ് ഫോർ എവ്രിവൺ. ഓക്കെ. സോ നമ്മൾ ഇനി ഒരു യെസ് ഓർ നോ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഓക്കെ. എൻ്റെ എല്ലാ വരികളിലും പേഴ്സണൽ പെയിൻ ഉൾപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്താറുണ്ട്? യെസ് ഓർ നോ? യെസ്. യെസ്. ഓക്കെ. പോപ്പുലർ ആവുന്നതിന് മുമ്പേ എൻ്റെ വരികൾ ഇഷ്ടം പോലെ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്? യെസ് ഓർ നോ? നോ. ഒരിക്കൽ പോലും ഒരു റിജക്ഷൻ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ വേടൻ എന്ന ആർട്ടിസ്റ്റിന്? ഞാൻ എവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടി ഞാൻ എവിടെയും പോയി നിന്നിട്ടില്ല. സോ ഫെയിം വന്നതിന് ശേഷം കുറച്ച് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്? യെസ് ഓർ നോ? യെസ്, ഡെഫിനറ്റ്ലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. പക്ഷേ ലൈക്ക് വെൻ യു ഗ്രോ ലൈക്ക് യു ലൂസ് ഫ്രണ്ട്സ്. ഓക്കെ. ഒരു ട്രാക്ക് റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോൺസേർട്ടിൽ പെർഫോം ചെയ്തിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേണ്ടായിരുന്നു ഒന്ന്? അത് എൻ്റെ മടിയുടെയും കൂടി ഭാഗമാണ്. ചില ട്രാക്കുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വിട്ടുപോകും നമ്മൾ. ഓക്കെ. അതൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ പിടിക്കാന്ന് വിചാരിക്കും. പക്ഷെ അത് ഫ്ലോറിൽ കയറിയിട്ട് ചില സമയത്ത് പിന്നെ ഞാൻ ആൾക്കാരായിട്ട് ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ട്രാക്ക് അവിടെ ഓടിക്കൊണ്ടിരിക്കും, ഞാൻ പാട്ട് മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു. അത് ആൾക്കാർ കാശ് ചെലവാക്കിയിട്ട് നമ്മളെ കാണാൻ വരുന്നതാ. ഓക്കെ. അപ്പൊ നമ്മള് അവിടെ മാഞ്ഞാളം കളിക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയാം. എപ്പോഴെങ്കിലും ഓൺ സ്റ്റേജിൽ വേദികളിൽ ഞങ്ങൾ പ്രേക്ഷകരെ കാണികളെ പറ്റിച്ച് പ്ലസ് പാടിയിട്ടുണ്ടോ? ഉണ്ട്, പാടിയിട്ടുണ്ട്. ഓക്കെ. ടെക്നിക്കൽ റീസൺസ് ആണോ ഓർ? ടെക്നിക്കൽ റീസൺ ആണ് അതിന്റെ. ഓക്കെ. ഒരു പാട്ട് മുഴുവനായിട്ട് ഒരു സ്റ്റുഡിയോ പോയിട്ട് ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക് സിംഗിൾ സ്ട്രെച്ചില്. ഓക്കെ. അത് സെയിം തിങ്. ഓക്കെ. സോ സോഷ്യൽ മീഡിയയിൽ പക്ഷെ അത് അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ. അത് നമ്മൾ അഡ്രസ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ ഞാൻ ഈ അടുത്താണ് ഗൗരി ചേച്ചിയുടെയൊക്കെ പെർഫോമൻസ് ഞാൻ തൊട്ടടുത്തിരുന്ന് കാണുന്നത്. അവര് ചിലപ്പോ പ്ലസ് പോകുന്നുണ്ടായിരിക്കാം, ബട്ട് ഷീ സിംഗിങ് ഇറ്റ്. പുള്ളിക്കാരി അത് പാടുന്നു, പെർഫോം ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളും ഉണ്ട് നമ്മുടെ അവിടെ. ഓൺ സ്റ്റേജ് പെർഫോം ചെയ്യുന്നതാണോ ഈ പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടിറങ്ങി സൂപ്പർ പോപ്പുലർ ആവുന്നതാണോ സന്തോഷം കൂടുതൽ? ഹിപ്പ് ഹോപ്പ് ഒരു പുതിയ കാല സംഗീതമാണ്. അപ്പോൾ ഈ പുതിയ കാല സംഗീതം ഉണ്ടാക്കുന്ന എന്നെ കാരണവന്മാർ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും. കാരണം കുറേ അമ്മമാര്, വയസ്സായിട്ടുള്ള അമ്മമാർക്ക് എൻ്റെ പാട്ട് ഇഷ്ടമാണ്, അപ്പന്മാർക്ക് എൻ്റെ പാട്ട് ഇഷ്ടമാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. ആർട്ടിസ്റ്റ് പൊളിറ്റിക്കലി സൈലന്റ് ആയാൽ
അത് റോങ് ആണ്, അല്ലെങ്കിൽ അതൊരു ക്രൈമാണ്? യെസ്, ഇറ്റ്സ് എ ക്രൈം. പിന്നെ പൊളിറ്റിക്കലി അവയർനെസ് ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഹി ഓൺലി നീഡ്സ് മണി. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന് ശേഷം എന്നിൽ വന്നൊരു മാറ്റം. ഉത്തരവാദിത്തേഷ്. ഓക്കെ. സോ ഞാനിനി റാപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ പറ്റി തന്നെ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ചില ഹെയ്റ്റ് കമന്റ്സ് വായിക്കാൻ പോവാണ് വേടന്റെ മുമ്പിൽ വെച്ച് തന്നെ. ഇഷ്ടമുള്ള റിപ്ലൈ അതിന് കൊടുക്കാം. ഇതൊക്കെ വെറും വെസ്റ്റേൺ അനുകരണമാണ്, നമ്മുടെ സംസ്കാരത്തിന് ചേരില്ല എന്നൊരു കമന്റ് സോഷ്യൽ മീഡിയയിൽ വന്നു. അതിനോട് വേടൻ എന്ത് മറുപടി കൊടുക്കാൻ ഇഷ്ടപ്പെടും? മലയാളികൾക്ക് ഒരു സംസ്കാരമില്ല. കേരള സംസ്കാരം എന്ന് പറഞ്ഞൊരു സാധനം നിലനിൽക്കുന്നില്ല. ഓക്കെ. അങ്ങനെ ഒരു തനതായ ഒരു സംസ്കാരമില്ല. നീ ഉണ്ണുന്നതും ഉടുക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം വൈദേശികമാണ്. കേരളത്തിന് സ്വന്തമായിട്ട് ഭാഷ പോലുമില്ല. ഈ പറയുന്ന ഇത് ശരിക്കും പാടുവാണോ, വായിൽ ചൂടുവെള്ളം ഇട്ട് ഗാർഗിൾ ചെയ്യുവാണോ എന്ന് പറയുന്ന ഒരു കമന്റ്. പുള്ളിക്കാരൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റില്ല ബ്രോ, സോറി ബ്രോ, ഞാൻ ഭാവിയിൽ ശ്രദ്ധിക്കാം. ഓക്കെ. സമൂഹത്തിൽ വിഭാഗീയതയും ജാതീയ വിദ്വേഷവും വളർത്താനാണ് ഹിപ്ഹോപ്പ് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഭയങ്കര വേടൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഏതാ ഹിപ്ഹോപ്പ് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നു വേടനെ ഉന്നം വെച്ചിട്ടാണ് 600 പേര് ലൈക്ക് ചെയ്തേക്കുന്ന ഒരു കമന്റ് ആണ്. സ്കൂളിൽ പോടാ, പഠിക്കടാ, ബാബാ സാഹേബിനൊക്കെ വായിക്കടാ. ഓക്കെ. സോ മറ്റൊരു കമന്റ് ആണ്, ഇപ്പൊ കഞ്ചാവ് അടിച്ച ആർക്കും റാപ്പർ ആവാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാപ്പേഴ്സ് ഉള്ളത് കുംഭമേളയ്ക്കാണ്. അപ്പോൾ സോ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഇത് അനദർ യെസ് ഓർ നോ ആണ്. കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമ്മൾ ചുറ്റും കാണുന്ന സിനാരിയോസിലൊക്കെ ഉള്ള കുറച്ച് വാക്കുകൾ പറയാൻ പോവാണ്. ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് ഭാവിയിൽ വേടൻ വരികൾ എഴുതാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. കേരളത്തിലെ നമ്മുടെ ചായക്കടകളിലുള്ള രാഷ്ട്രീയ വർത്താനം, ഇതിനെപ്പറ്റി എഴുതാൻ സാധ്യതയുണ്ടോ? യെസ്. കേരളത്തിലെ ഓട്ടോ സ്റ്റാൻഡ് എഴുതാൻ സാധ്യതയുണ്ടോ? ഫസ്റ്റ് ലവ് ഇൻ സ്കൂൾ? നോ. മിഡ് നൈറ്റ് ബിഷപ്പ്, നമ്മൾ ഈ പാതിരാത്രിക്ക് മറ്റേ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന ബിഷപ്പ്, എഴുതാൻ സാധ്യതയുണ്ട്. ഓക്കെ. കേരളത്തിലെ KSRTC ബസ് സ്റ്റാൻഡിനെ പറ്റി ഒരു വരി എഴുതാൻ സാധ്യതയുണ്ടോ? ഓൺലൈൻ ഫുഡ് ഡെലിവറി എഴുതും. ഓക്കെ. ഇതൊക്കെ പറഞ്ഞാൽ ഓൺലൈൻ ആളുകൾ തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും എനിക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞാൽ ഓൺലൈൻ ഡെലിവറിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൗതുകൊണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തിട്ടേ അവര് ഫുഡുമായിട്ട് വന്നിട്ട് ഇത് റിസീവ് ചെയ്യുന്ന എൻഡിൽ വേടനെ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ഒരു ഫോട്ടോ എടുക്കും, മറ്റേ ഫുഡ് വരുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. വന്ന് ചോദിക്കുന്നത് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തിട്ട്, അവർക്ക് ചിലപ്പോൾ അപ്പോഴാണ് കാണാൻ പറ്റുള്ളൂ നമ്മളെ. ഓക്കെ. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അവരുടെ റിയാക്ഷൻസ് എങ്ങനെ ഉണ്ടാവുക? അതായത് നമ്മളൊരു ഫുഡ് ഡെലിവറി വരുന്നു, എന്തായാലും വേടൻ ഓർഡേർഡ് മറ്റേ പൊറോട്ട ആൻഡ് ചിക്കൻ കറി എന്നല്ലല്ലോ അവർക്ക് വരിക, വേറെ എന്തെങ്കിലും ഒരു പേരിലോ ഒക്കെ ആയിരിക്കും. വുഡ്ബിയുടെ എന്റെ പാർട്ട്ണറിന്റെ പേരിലാണ് ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യുക. ഓക്കെ. നമ്മളെയാണ് കാണുന്നത്. അവര് ഭയങ്കര എക്സൈറ്റഡ് ആവും. നമുക്ക് ഒരു അനുഭവം ഉള്ളത്, ഒരു കാറിനൊരു മഴയുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മഴ നനഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് നനഞ്ഞ് പുള്ളിക്കാരനെ കണ്ടറിയാം ഭയങ്കര സങ്കടത്തിന്റെ അറ്റത്തിൽ നിൽക്കുന്ന ഒരാളാണ് ആള്. ഞാൻ ഡോറ് തുറന്നിട്ട് ഫുഡ് വാങ്ങിയിട്ട് സ്കാൻ ചെയ്യണവരെ പുള്ളിക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക. നമുക്കറിയാലോ ഒരാൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ. അപ്പൊ ആള് എന്നെ കണ്ട വഴിക്ക് ഇത് പുള്ളിക്കാരൻ കരയാൻ തുടങ്ങി, ഭയങ്കര പൊട്ടി കരയാൻ തുടങ്ങിയപ്പോ എന്നിട്ട് പുള്ളിക്കാരൻ ഞാൻ എൻ്റെ വൈഫിനെ ഒന്ന് ഫോൺ വിളിച്ചോട്ടെ എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് വൈഫിനൊക്കെ കേൾപ്പിച്ചു. അപ്പൊ അമ്മയും കരയുന്നു അപ്പുറത്തിരുന്നിട്ട്. ഒരുപാട് മക്കളില്ലേ അവർക്ക്. അപ്പൊ ഒരുപാട് കാലമായിട്ട് മോനെ കാണാൻ ആഗ്രഹിക്കുന്നതാണ്, ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അത് ചില വികാരങ്ങൾക്ക് നമുക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ. ഓക്കെ. AI ലിറിക്സ് ജനറേഷനെ പറ്റി ഒരു വരി എഴുതാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, സാധ്യതയുണ്ട്. കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിനെ പറ്റി എഴുതാൻ സാധ്യതയുണ്ടോ? ഓൾറെഡി അതിന്റെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മള്. ഒരു ലോക്കൽ പാട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ കുതന്ത്രം ഈസ് എ ലോക്കൽ പാട്ട്, എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതേമാതിരി ഒരു ലോക്കൽ പാട്ട് എഴുതണമെന്ന് കുറെ വിചാരിക്കണം. കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ്, ഇതിനെ പറ്റിയിട്ട് വേടൻ ഭാവിയിൽ എഴുതാൻ സാധ്യതയുണ്ടോ? 50-50. റീൽ അഡിക്ഷൻ ഇന്ന് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ്, ബ്രെയിൻ റോട്ട് ആൻഡ് റീൽ അഡിക്ഷൻ. ഈ റീൽ അഡിക്ഷനെ പറ്റി വേടൻ ഒരു പാട്ട് എഴുതാൻ സാധ്യതയുണ്ടോ? റീൽ അഡിക്ഷൻ എന്നതിലുപരി റിയൽ ലൈഫ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ തന്നെ എനിക്കറിയാലോ. ഫോൺ എടുത്താൽ നമ്മൾ ഫോണിൽ ഇരുന്ന് പോകും, ഫോൺ ഞൊണ്ടിരിക്കലാണ്. ഒരു ദിവസം എത്ര റീൽ കാണാറുണ്ട് മാക്സിമം? അയ്യോ ഭയങ്കര അഡിക്ഷൻ ആണ് റീൽസ്. അപ്പൊ എനിക്ക് നാട്ടിലാണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് ഗാങ് ഉണ്ടല്ലോ, ഫോണുള്ള കാര്യമേ മറന്നു പോകും നമ്മൾ. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പണി ഇല്ലെങ്കിൽ നമ്മൾ റൂമിനകത്ത് വെറുതെ ഇരിക്കുക ചെയ്യാം. കുറച്ചു നേരം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിച്ച് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് എഴുതി നോക്കുമ്പോൾ ഫോണൊക്കെ ആരെങ്കിലും കോൾ ചെയ്യും, ഫോൺ എടുക്കും, കോൾ കട്ട് ചെയ്തും സംസാരിച്ച് കോൾ കട്ട് ചെയ്ത് പിന്നെ റീൽസിലിരിക്കും 1 മണിക്കൂറൊക്കെ ഇരുന്നു. റീൽസിന്റെ ഒരു സാധനം എന്താ വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഇത് വെട്ടിക്കുറച്ചു. നമ്മൾ റീൽസ് തന്നെ മുഴുവനായിട്ട് കാണാതിരിക്കാറില്ല. ഒരു റീൽസ് നമുക്ക് തുടങ്ങി പകുതി 30 സെക്കൻഡ് 60 സെക്കൻഡ് റീൽസ്, 30 സെക്കൻഡ് റീൽസ്, 15 സെക്കൻഡ് ആയപ്പോഴേക്കും നമ്മളെ റീലാ മാറ്റുന്നു.
അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മൾ ഓൾറെഡി ഉണ്ടായി തുടങ്ങി. ഓക്കെ. സോ മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള ഒരു റൗണ്ടാണ്. വേടന്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് 5 ഇൻഡി സോങ്സ് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന 5 പാട്ടുകൾ ഏതൊക്കെയാ? ഓക്കെ, കൊല്ലം ഷാഫിക്ക. ഉം. കൊല്ലം ഷാഫിക്കയുടെ ഏത് പാട്ടെന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും എന്നെ Okay. ഇരുത്തിപ്പിച്ചിട്ടുള്ള. പിന്നെ ഇൻഡിപെൻഡന്റ് നാടൻ പാട്ടുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ മരിച്ചുപോയ ബാനർജി സാറ്, ഉം. പുള്ളിക്കാരൻ്റെ ഒക്കെ ട്രാക്കുകൾ എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഈ മകനുണ്ട്, നമ്മുടെ ഒരു നാടൻ പാട്ടുകാരൻ അതുൽ ഫോക്കർ. പിന്നെ മണിച്ചേട്ടൻ, ഉം. മണിച്ചേട്ടൻ ഇന്റർനാഷണൽ പറയാല്ലേ. അതെ. 50 സെന്റ്, തുപാക് ഷാക്കൂർ. ഉം. പെട്ടെന്ന് ഓർമ്മ വന്ന് പറഞ്ഞാണ്. ഓക്കെ. ഇതുപോലെ തന്നെ സിനിമാ പാട്ടുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വേടന്റെ ഒരു പ്ലേലിസ്റ്റ് കൂടുതൽ തമിഴാണ് ഞാൻ കേൾക്കാറ്. തമിഴാണ് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ഭാഷ തമിഴാണ്. ഉം. അപ്പൊ ഇന്ന് മോർണിംഗ് ഞാനൊരു പാട്ടിൽ ഇങ്ങനെ ട്രിപ്പ് ആയിരിക്കായിരുന്നു. പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. രജനീകാന്തിന്റെ പടമാണ്, മാസ്റ്ററാണ്, ഇളയരാജയാണ് മ്യൂസിക് ചെയ്താണ്. ഉള്ളുക്കുള്ള ചക്രവർത്തി ആനാ ഉണ്മയില മെഴുകുവത്തി, അങ്ങനെ ഒരു പാട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ വാർത്ത എന്ന് പറഞ്ഞൊരു പടമുണ്ട് മലയാളത്തിൽ. വാർത്തയിലെ ഒരു പാട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. ഇന്നലെകൾ ഇതുവഴിയേ പോയി. അത് പിന്നിപ്പോ ഈ അടുത്ത് നമ്മുടെ ഇതിനകത്ത് പ്രാവൻകൂട് ഷാപ്പ്, അതിനകത്ത് ഒരു മെലഡി ഉണ്ട്, അത് എഴുതിയാക്കുന്നത് മുസിനിക്കയാണ്, മുസിൻ പെരാരി. ആ പാട്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന 3 5 പറഞ്ഞത്. മലയാളത്തില് അയ്യോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. റാപ്പർ വേടൻ അറിയാതെ മൂളിപ്പോവാറുള്ളൊരു മലയാളം പാട്ട് ഏതാണ്? മലയാള സിനിമാ പാട്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ. വേടം വരുന്നതിന് മുമ്പ് ഞങ്ങൾ അമ്പലപ്പറമ്പിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന, കോളേജിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന താങ്കടക്കത്തില്ലെന്തിലൊക്കെ വേടം പാടാറുണ്ടോ? ഓ പിന്നെ ഞാൻ MG ശ്രീകുമാർ സാറിന്റെ വലിയ ഫാനാണ്. പുള്ളിക്കാരാണ് ആദ്യത്തെ റാപ്പർ എന്ന് തോന്നുന്നത്. ഓക്കെ. പുള്ളിക്കാരന്റെ സ്പീഡ് ഐറ്റംസ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ. ഞാനത് കേട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഭയങ്കര ടങ് ട്വിസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് അതൊക്കെ. ഓക്കെ. പുള്ളിക്കാരന്റെ മെജോറിറ്റി ലാലേട്ടന്റെ കൂടെയുള്ള ഒരുപാട് പാട്ടുകൾ ലൈക്ക് അങ്ങ് ടങ് ട്വിസ്റ്റർ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ്. അപ്പൊ അത് ഔട്ട് ഓഫ് ബ്രെത്ത് ഇങ്ങനെ പോണ ഒരു സാധനമാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു ഓൾ ടൈം ഫേവറേറ്റ് 3 സിനിമകൾ പറയാൻ പറഞ്ഞ ഏതൊക്കെയായിരിക്കും പറയാ? ഭരതൻ സാറിന്റെ താഴ്വാരം എന്റെ മോസ്റ്റ് ഫേവറേറ്റ് മലയാളം പടം. സെക്കൻഡ് വൺ എക്കോ എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? ലാസ്റ്റ് കണ്ട സിനിമ എക്കോയാണ്. ഇക്കോയാണ്. ഓക്കെ. അതിന് മുന്നേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ലാസ്റ്റ് പടം പണി 2020 എന്റെ ഏറ്റവും ഫേവറേറ്റ് പടങ്ങളിൽ ഒരു പടമാണ്. പണി കണ്ട് ഞാൻ അപ്പൊ തന്നെ പുള്ളിക്ക് ജോയിച്ചേട്ടന് ഞാൻ മെസ്സേജ് അയച്ച് നപ്പ് പണിയായിരുന്നു പറഞ്ഞു. ഓക്കെ. കാരണം ഞാൻ ഒരു തൃശ്ശൂരുകാരനാ. ഈ തൃശ്ശൂരിനെ പറ്റിയാണല്ലോ തൃശ്ശൂർ പണി സംസാരിച്ചേക്കുന്നത്. ശരിക്കും തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ടല്ലോ അത്. ഓക്കെ. അതെല്ലായിടത്തുള്ള കാര്യമാണ്. തൃശ്ശൂരുള്ള കഥ പറഞ്ഞപ്പോ ആൾക്കാർ അത് കേട്ടു എന്നുള്ളത് തന്നെയാണ്. വയലൻസ് ഈസ് എ കോമൺ തിങ്. തൃശ്ശൂര് പിന്നെ ഈ പിള്ളേര് സെറ്റുകൾ കുറെ അധികമുള്ള കാരണേ അതൊക്കെ തന്നെയാണ്, അല്ലാണ്ട്. ഓക്കെ. സോ നമ്മളിനി അടുത്തൊരു റൗണ്ടിലേക്ക് പോവാണ്. വേടന്റെ അടുത്ത 15 കൊല്ലം AI പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. In the next 15 years, Vaden will receive international recognition and sign multiple international music agreements. നടക്കും. പിന്നെ തീർച്ചയായും അത് സ്വപ്നം കാണുന്നുണ്ടോ? സ്വപ്നം കാണുന്നുണ്ട് ഞാൻ. ഓക്കെ. A biopic on Vaden's life and politics will be made within the next 15 years. എന്തായാലും വരും. അത് ഇപ്പൊ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ മരിച്ചിട്ട് വന്നാൽ മതി. ഞാൻ മരിക്കണ വരെ സമയം എന്തായാലും പ്ലീസ്. ഓക്കെ. ഞാൻ എന്റെ ജീവിതം പൂർണ്ണമായി ജീവിച്ച് എന്നിട്ട് അതിനുശേഷം എടുക്കും ബയോപിക്. ഓക്കെ. Vaden may enter Kerala politics and become a candidate within the next 15 years. No comments. Okay. I have plans. You have plans? Yes. Okay. So നമ്മൾ പറഞ്ഞു വന്നത് എണ്ണക്കറുപ്പിയെ പറ്റിയാണ്. ഈ എണ്ണക്കറുപ്പിയുടെ ട്രാക്ക് കേൾക്കാൻ പോകുന്ന മോണോലോ കേട്ട് കഴിഞ്ഞ ഒരു ആസ്വാദകനോട്, പ്രേക്ഷകനോട് വേടന് കൊടുക്കാനുള്ള ഒരു വരി എന്താണ്? എൻ്റെ എഴുത്തിൻ്റെ മാക്സിമം ആണോന്ന് പോലും അറിയില്ല, പക്ഷെ നല്ല എഴുത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ജനങ്ങൾ കേട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ ഷോയുടെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഓക്കെ. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ബാക്ക്. ഇത്രയും ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലേ, തിരിച്ച് 3 ചോദ്യം ചോദിക്കാം. എന്തും ചോദിക്കാം. വാട്ട് യു തിങ്ക് അബൌട്ട് വേടൻ ആസ് ആൻ ആർട്ടിസ്റ്റ്? ഫയർ. താങ്ക് യു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കലയും രാഷ്ട്രീയവും തമ്മിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള അനിവാര്യമുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? കലയും രാഷ്ട്രീയവും ഒരേപോലെ സംസാരിക്കണം ഒരു ആർട്ടിസ്റ്റ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? 101%. ബിക്കോസ് ആർട്ടിസ്റ്റുകളെയാണ് ഞങ്ങൾ സാധാരണ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്, ഫോളോ ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെയോ ഇൻസ്പയർഡും ഇൻഫ്ലുവൻസ്ഡും ഒക്കെ ആവുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരെ? വൺ മോർ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. ഇതുവരെ ഈ ഷോയിൽ ഇത്രയും ഒരു ചോദ്യം ഞാനും നേരിട്ടിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് 10 വർഷത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി എവിടെയായിരിക്കും? ഇന്ത്യ രാഷ്ട്രീയമായി എവിടെയായിരിക്കും? സത്യം പറഞ്ഞാൽ
കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ അറിയില്ല. നമുക്ക് പറ്റില്ല ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാം. ചില നേരത്ത് ചില മൂവ്മെന്റുകളും ചില സംഗതികളും കാണുമ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട് എന്ന് ഭയങ്കര പ്രതീക്ഷ തോന്നുകയും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നന്നാവാൻ സാധ്യതയില്ല എന്ന് കാണിക്കുന്ന ഒരു മെജോറിറ്റിയെ നമ്മൾ ഇമീഡിയറ്റ്ലി കാണുകയും ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത. യെസ്. ആർ യു ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓക്കേ, ഐ വാണ്ട് ലെഫ്റ്റ് മീൻസ് CPI ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല അതിനകത്ത്. മാനുഷികമായി നിങ്ങൾ ഇടത് പക്ഷത്താണോ വലതുപക്ഷത്താണോ നിൽക്കുന്നത്? മാനവികത ആ രാഷ്ട്രീയത്തിനെ കുറച്ച് മനസ്സിലാക്കിയപ്പോൾ തോന്നിയ കാര്യം അത് ബേസിക്കലി ഹ്യൂമൻ ആണെങ്കിൽ മനുഷ്യന് വേണ്ട കാര്യമാണ്. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് അറ്റ് ദ ആജെ മൈക്ക് ഷോ? അതൊന്ന് പറയൂ. അയ്യോ ഗുഡ്. കാരണം ഞാൻ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ. അപ്പൊ ആണോ? ആണല്ലോ. ഓക്കെ. അപ്പൊ അതിന്റെ ലൈക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഒരു യുദ്ധത്തിന് പോയിട്ട് വരുന്നത് പോലെയാണ് ഓരോ ഇന്റർവ്യൂസ് ഞാൻ ഫേസ് ചെയ്യാറ്. ബട്ട് ദിസ് ഈസ് ഗുഡ്. ഇന്നങ്ങനെ വാളും പരിചയം യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ട വന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. എനിക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക്സ് പറയുന്നത് ഞാൻ മാത്രമല്ല, നമ്മുടെ ഷോയ്ക്ക് ഒരു ഹെഡ്ലൈൻ സ്പോൺസർ ഉണ്ട്. ലാപ്ടോപ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് എല്ലാം ഏറ്റവും വിലക്കുറവിൽ നൽകുന്ന ഒരു ബ്രാൻഡാണ്. ട്രെൻഡിനൊപ്പം മുന്നേറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ് ടെക്യു. സോ എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം ടെക്യു. Thank you Techu for the gift. Thank you Vedan for coming to our show. Thank you so much, man. Thank you so much, bro.